UCL ഫൈനലിലെ ശാപത്തിനെ പറ്റി നിങ്ങൾക്കറിയാമോ? വളരെയധികം പേടിപ്പെടുത്തുന്ന പല മിത്തുകളുമുള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ. പക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത UCL ഫൈനലിലെ ഈ മിത്തിനെ കുറിച്ച് അറിയാൻ ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ 50K അടിക്കാനായി. പക്ഷെ ഇപ്പൊ നിങ്ങൾ എത്ര K ഉള്ളപ്പോഴാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെന്ന് കൂടി കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഏതൊരു ഫുട്ബോൾ കളിക്കാരൻ്റെയും ആഗ്രഹമായിരിക്കും ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുക എന്നത്. പക്ഷെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മികച്ച പ്രകടനം നടത്തി മൊമെന്റം നേടുക എന്നത് ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു നേട്ടം നേടിയ ഫുട്ബോളിലെ അവസാനത്തെ 5 വർഷത്തെ കളിക്കാർക്കും വളരെ വലിയ ഇഞ്ചുറികളാണ് അടുത്തുള്ള സീസണുകളിൽ സംഭവിച്ചിട്ടുള്ളത്. 2020 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മൊമെന്റം നേടിയ കിങ്സ്ലി കോമാൻ തൊട്ടടുത്ത സീസണിൽ നേരിട്ടത് ഒരു മസിൽ ഇഞ്ചുറി ആയിരുന്നു. 2021 UCL ഫൈനലിൽ മൊമെന്റം നേടിയത് എംഗോളോ കാന്റ. തൊട്ടടുത്ത സീസണിൽ നേരിട്ടത് ഒരു ഗ്രോയിങ് ഇഞ്ചുറിയും ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറിയും. 2022 UCL ഫൈനലിൽ മൊമെന്റം നേടിയത് റയലിന്റെ കോർട്ടോയിസ് ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ഇയർ ഹി ഗോട്ട് എ ACL ഇഞ്ചുറി. 2023 UCL ഫൈനലിൽ മൊമെന്റം നേടിയത് റോഡ്രിഗോയും 2024 കർവഹാളുമായിരുന്നു. ഇവരിരുവരും നീണ്ട കാലം ഫുട്ബോളിൽ നിന്നും പുറത്തായിരുന്നു. കാരണം എന്തെന്നാൽ അവരിരുവരും തൊട്ടടുത്ത സീസണിൽ തന്നെ ഒരു ACL ഇഞ്ചുറിക്ക് കീഴടങ്ങിയിരുന്നു. ഈ ഒരു വർഷം UCL ഫൈനലിൽ മൊമെന്റം നേടിയത് PSG യുടെ ഡെസൈറേ ഡുവയാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിലും ഈ ഒരു സംഭവം നടക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?